PMC വിവാദത്തെ തുടർന്ന് CPI ദേശീയ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ ഉടൻ ചേരും. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി ഫോണിലൂടെ ചർച്ച നടത്തിയ കാര്യം D രാജ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, കേരളത്തിലെ കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരണം എന്നുള്ളതാണ് D രാജ രാവിലെ പ്രതികരിച്ചത്. MA ബേബിയുമായുള്ള ആശയവിനിമയത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം മറുപടി എന്നുള്ളതാണ്. മാധു, തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേരാൻ പോകുന്ന ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ ബേബി രാജുവുമായി നടത്തിയിട്ടുള്ള ആശയവിനിമയം രാജ തന്നെ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. ഈ CPI ദേശീയ നേതൃത്വം വലിയ രീതിയിൽ സമ്മർദ്ദം കടുപ്പിച്ചതോടുകൂടിയാണ് MA ബേബി തന്നെ നാട്ടിലേക്ക് എത്തി അവിടെ വീണ്ടും ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അതിനുശേഷം, അതായത് കേരളത്തിലെ നേതാക്കളുമായി അടക്കം സംസാരിച്ച ശേഷം വീണ്ടും D രാജയുമായി MA ബേബി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ആശയവിനിമയം നടത്തിയിട്ടുള്ള കാര്യം D രാജ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കമാണ് എന്തായാലും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവിടെ ചേരുന്ന യോഗത്തിലും ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേരളത്തിലെ സാഹചര്യം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ എന്നുള്ള കാര്യം D രാജ കൂടി വ്യക്തമാക്കുക എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് കേരളത്തിൽ ചേരുന്നത്. അതിനോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യമുള്ള യോഗം ഡൽഹിയിലും കൂടി ചേരാൻ ഒരുങ്ങുകയാണ്. നിലവിൽ എന്തായാലും തുടർ നടപടികൾ, പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും പിൻവാങ്ങണം, ഈ ധാരണാപത്രം റദ്ദാക്കണം എന്നുള്ളൊരു നിലപാടായിരുന്നു CPI കേന്ദ്ര നേതൃത്വവും മുന്നോട്ട് വെച്ചത്. അത് പിന്നീട് പുനഃപരിശോധിക്കണമെന്നും മാത്രമല്ല റദ്ദാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്നുള്ള കാര്യം കൂടി D രാജ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിവരങ്ങൾ നൽകിയത്.